തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ദേശീയ പൗരത്വ രജിസ്റ്റർ, കുടുംബ രജിസ്റ്റർ, ഭൂമി സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ഇതിലേതെങ്കിലും ഒരു രേഖയെങ്കിലും തയ്യാറാക്കി വെച്ചോളൂ. ഇനി കേരളത്തിൽ പൗരത്വം തെളിയിക്കണമെങ്കിൽ ഈ രേഖകൾ ആവശ്യമായി വരും. കേരളവും തീവ്ര വോട്ടർ പരിഷ്കരണത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയിലുടനീളമായി ഘട്ടം ഘട്ടമായാണ് SIR നടപ്പിലാക്കുന്നത്. രണ്ടാം ഘട്ടമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കുന്നത്. SIRന്റെ നടപടിക്രമങ്ങൾ സംസ്ഥാനങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് വീടുകളിലേക്ക് വിവരശേഖരണത്തിനായി വരും. ഡിസംബർ 12 വരെയാണ് വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാനായി വീടുകളിലേക്ക് എത്തുക. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുക. ജനുവരി 8 വരെ കരട് വോട്ടർ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ സമർപ്പിക്കാനാകും. വോട്ടവകാശം അർഹതപ്പെട്ട എല്ലാവർക്കും ലഭ്യമാക്കാനും അനർഹരായവർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നത് തടയാനും വേണ്ടിയാണ് ഇത്തരമൊരു തീവ്രമായ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ നടത്തുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വിജയകരമായി പൂർത്തിയാക്കിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു.